നമ്മുടെ കർത്താവും ഏകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്സീമമായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇവിടെ സുവിശേഷ പ്രേമികളായ കർത്താവിൻ്റെ ദാസന്മാർ വളരെ പ്രാർത്ഥനയോടും ഏറിയ പ്രതീക്ഷയോടും കൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നടത്തപ്പെടുന്ന ഏകദിന സുവിശേഷ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കർത്താവിൻ്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ അറിയിക്കുവാൻ എനിക്ക് ഇടയായതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൽ നല്ല ഗാനങ്ങൾ ആലപിച്ച സഹോദരന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, ഇത്രയും പ്രിയപ്പെട്ടവർ വന്ന് പങ്കെടുക്കുന്നതിലും കർത്താവിനെ സ്തുതിക്കുന്നു. വിവിധ ശുശ്രൂഷകൾ നിവർത്തിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന സുവിശേഷകന്മാരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുന്നതിൻ്റെ പിമ്പിലുള്ള സംഘാടകരെ നിങ്ങൾക്ക് പരിചയമുണ്ട്. സുവിശേഷത്തിൻ്റെ മോചന കാഹളവുമായി പകൽ മുഴുവനും നാടിൻ്റെ നാനാഭാഗത്ത് കടന്നുപോയി പരസ്യമായിട്ട് സുവിശേഷ സാക്ഷ്യം വഹിക്കുന്ന സമർപ്പിതരായ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് ചെയ്യുന്ന ശുശ്രൂഷയിൽ ഉത്തരം വർദ്ധിച്ചു വരുന്നതിന് ഇടയാകട്ടെ എന്ന് ദൈവത്തോട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു യോഗം ക്രമീകരിക്കുമ്പോൾ അതിനനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഈ നാട്ടുകാരെ ഓർത്ത് സന്തോഷമുണ്ട്. ഈ ഗ്രാമം ഈ യോഗത്തിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവത്താൽ സ്പർശിക്കപ്പെടട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അധികം ആളുകളൊന്നും ഇവിടെ കൂടിയിട്ടില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പത്തിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ യോഗം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 2 പേര് കൂടിയാലും അധികം പേര് കൂടിയാലും കൂടുന്ന എല്ലാവരോടും പറയുവാനുള്ളത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിന് മാറ്റമില്ല. ആ സുവിശേഷത്തിന് യാതൊരു വിധത്തിലും കൂട്ടത്തിൻ്റെ പെരുപ്പം കൊണ്ടോ കുറവ് കൊണ്ടോ മാറ്റം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ അനുഗ്രഹീതമായ സന്ദേശത്തിന് ഇന്ന് രാത്രിയിലും സാക്ഷ്യം വഹിക്കുവാൻ എനിക്കിടയായത് ഒരു പദവിയായി ഞാൻ പരിഗണിച്ച് സ്വർഗസ്ഥനായ ദൈവത്തെ നമിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുമ്പിലുള്ള സമയം കൊണ്ട് ഇനി നാം കേൾക്കുവാൻ പോകുന്ന വചനദൂതിന് ആധാരമായിട്ട് വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 32-ാമത്തെ വചനം നമ്മൾ വായിക്കുവാൻ പോകുന്നു. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ അത് എടുത്തു ഒന്ന് നോക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം എടുക്കുന്നവർ ഒന്ന് വായിച്ച് സഹകരിക്കുക. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. വളരെ ശ്രദ്ധേയമായ ആഴമായ ബൈബിളിലെ ഒരു പ്രസ്താവനയാണ് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്ത്രീയാണ് ലോത്തിൻ്റെ ഭാര്യ. അവരെ ഓർത്തുകൊള്ളുവിൻ. അവരെ ഓർക്കുമ്പോൾ ഓർമ്മയിൽ അനവധിയായ ചരിത്ര സംഭവങ്ങൾ തെളിഞ്ഞു വരികയാണ്. ഇന്നേക്ക് സുമാർ 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പാലസ്തീൻ നാട്ടിൽ സോദോം എന്ന പേരിലും അതിൻ്റെ അടുത്ത് ഗൊമോറ എന്ന് മറ്റൊരു പേരിലും, അങ്ങനെ സോദോം ഗൊമോറ എന്നുള്ള 2 പട്ടണങ്ങൾ സ്ഥിതി ചെയ്തിരുന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നു. ആ പട്ടണങ്ങളിൽ ദൈവത്തിൻ്റെ അതിശക്തമായ ന്യായവിധി എന്നവണ്ണം ന്യായവിധിയായിട്ട് ആകാശത്തു നിന്ന് അഗ്നിയും അഗ്നിഗോളങ്ങളും ഗന്ധകവും ഇറങ്ങി ഈ പ്രബലമായ പ്രസിദ്ധമായ പൗരാണിക പട്ടണം സമ്പൂർണമായും തകർന്നടിഞ്ഞു, നിലംപൊത്തി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ പട്ടണം തകരുന്നതിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു ഈ പട്ടണത്തിൻ്റെ സ്ഥിതി.
തോടുകളും കുളങ്ങളും തടാകങ്ങളും അരുവികളും പുഴകളും അതുപോലെ ചെടികളും കൊടികളും പഴവർഗ്ഗങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെയായി നിറഞ്ഞ പർദീസ സമാനമായ ഒരു പൈമ്പുൽ പ്രദേശമായിരുന്നു. ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി രമണീയമായ അനുഗ്രഹീതമായ ഒരു ഉദ്യാനത്തിന് സമാനമായിരുന്നു ഈ സോദോം ഗൊമോറ എന്ന് പറയുന്നത്. ഈ പട്ടണം കണ്ട് ഒരുപാട് പേർ മോഹിച്ചിട്ടുണ്ട്, അവിടെ പാർക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ സഫലമായിട്ട് പലരും അവിടെ ചെന്ന് പാർക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് സ്ഥിതി സമ്പൂർണമായിട്ടും മാറി. ഈ സോദോം ഗൊമോറ എന്ന് പറയുന്ന ഈ പട്ടണത്തെ ആധികാരികമായിട്ട് മനസ്സിലാക്കിയവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് 77 മൈൽ നീളവും 17 മൈൽ വീതിയുമുള്ള ഒരു തടാകമായിട്ട് ഇന്ന് അവിടെ നിലംപൊത്തി കിടക്കുകയാണ്. അവിടെ ഇപ്പോൾ ജീവജാലങ്ങളൊന്നും ഉയിർ വാഴുന്നില്ല, ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല, ചത്തുപോകും അവിടെ ഒരു ജീവനുള്ള മത്സ്യത്തെ കൊണ്ടിടുകയാണെങ്കിൽ. അതുമാത്രമല്ല, അവിടുത്തെ വെള്ളം ഉപ്പ് രസം കൂടിയ വെള്ളമാണ്. സാധാരണ കടൽ വെള്ളം ഉപ്പ് വെള്ളമാണല്ലോ. സാധാരണ കടൽ വെള്ളത്തേക്കാൾ 7 ഇരട്ടി അമിതമായ ഉപ്പ് രസമുള്ളതാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബൈബിളിൽ ഇതിനെ ഉപ്പുകടൽ എന്നാണ് പറയുന്നത്. ബൈബിളിന് പുറത്ത് ഇതിനെ ചാവുകടൽ എന്നാണ് പറയുന്നത്. ഈ ചാവുകടലിൽ ഒരു മനുഷ്യൻ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ അവൻ മുങ്ങിപ്പോകുകയില്ല, അവൻ പൊന്തിക്കിടക്കുകയുള്ളൂ. അനേകം ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ അനുദിനവും ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ചെന്ന് സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ സന്ദർശകരായ ആളുകൾ അവിടെ ചെന്ന് ഈ ചാവുകടലിൽ കിടക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ കട്ടിലിൽ കിടന്ന് മുകളിലേക്ക് ബുക്കുകളും പത്രങ്ങളും ഒക്കെ പിടിച്ചു വായിക്കുന്നത് പോലെ ഈ വെള്ളത്തിൻ്റെ മേൽപ്പരപ്പിൽ കിടന്നുകൊണ്ട് താന്നു പോകാതെ വായിക്കുന്ന ദൃശ്യമൊക്കെ മീഡിയകളിൽ ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു സവിശേഷമായ ഒരു വെള്ളമാണ് ഉപ്പുകടലിലെ വെള്ളം എന്ന് പറയുന്നത്. ഈ നിലയിൽ ഈ കടലായിത്തീരുവാൻ എന്താണ് കാരണം? ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് നോക്കിയിട്ട് ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അതിന് തിരുവെഴുത്തിൽ തന്നെ രേഖയുണ്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു. ഈ പട്ടണം ഈ വിധത്തിൽ നിലംപൊത്തി പോകുന്നതിന് നിദാനമായ അനവധി സംഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ഒരു പൊതു പ്രസ്താവനയാണ് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്നുള്ള ഈ ശ്രദ്ധേയമായ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പട്ടണം നശിപ്പിച്ചതിനെ സംബന്ധിച്ചും നശിപ്പിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുമുള്ള ഒരുപാട് പരാമർശങ്ങൾ തിരുവെഴുത്തിലുണ്ട്. 2-3 വാക്യങ്ങൾ ആരംഭത്തിൽ ഈ സന്ദേശത്തിൻ്റെ ഒരു മുഖവരയായിട്ട് ഒന്ന് വായിച്ച് കേൾക്കാം. എടുക്കുന്നവർ പെട്ടെന്ന് വായിച്ചാൽ ഉപകാരമാണ്. ഒന്നാമത്തെ പ്രസ്താവന ഉൽപ്പത്തി പുസ്തകം 19:25 വാക്യം നോക്കിക്കേ. 19:25 വാക്യം. ഇത്രയും സമയമൊന്നും ഇല്ല നമുക്ക് വായിക്കാൻ. എടുക്കുന്നവരങ്ങ് വായിച്ചോ. ഉന്മൂലനാശം, ഇതാണ് ഒരു പ്രസ്താവന. ഈ പട്ടണത്തിന് ഉന്മൂലനാശം, ആ വാക്കിൻ്റെ ആഴം ഒന്ന് ശ്രദ്ധിക്കണേ. ഭയാനകമായ ഒരു വാക്കാണ് ഉന്മൂലനാശം. രണ്ടാമത്തത് ആ ബൈബിൾ പുസ്തകത്തിൻ്റെ ക്രമത്തിൽ ഞാൻ പറയാം. ആവർത്തന പുസ്തകം 29:22 വാക്യം നോക്ക്. ആവർത്തനം 29:22 വാക്യം. മറിച്ച് കളഞ്ഞു കണ്ടോ. രണ്ടാമത് ആ നാശത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് കണ്ടോ. അതിൻ്റെ പര്യായ പദമായി മറിച്ച് കളഞ്ഞു. ഈ ദോശ മറിച്ചിട്ടു എന്ന് പറയും പോലെ സമ്പൂർണമായിട്ടും ഒരു പട്ടണത്തെ മറിച്ച് കളഞ്ഞു. ഒന്ന് ഉന്മൂലനാശം വരുത്തി, 2 മറിച്ച് കളഞ്ഞു. മൂന്നാമത്തെ പ്രയോഗം ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം 29 വാക്യം. 29 വാക്യം. മുടിച്ചു കളഞ്ഞു. ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് മുടിച്ചു കളഞ്ഞു. 4ാമത്തെ പ്രയോഗം നോക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നോക്കിക്കേ.
ഭസ്മീകരിച്ചു. ആ വാക്ക് കണ്ടോ? ഭസ്മീകരിച്ചു, ചാരമാക്കി എന്ന് വേണമെങ്കിൽ പറയാം, ധൂളിയാക്കി. അപ്പൊ എന്തൊക്കെയാണ് പ്രയോഗങ്ങൾ? ഉന്മൂലനാശം വരുത്തി, അല്ലയോ, മുടിച്ചു കളഞ്ഞു, സമ്പൂർണമായിട്ടും അതിനെ തകർത്ത് കളഞ്ഞു, ഭസ്മീകരിച്ചു എന്നുള്ളത്. എന്താ കാരണം? നോക്കിക്കേ, ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ആവർത്തനം 29-ന്റെ-23. നിങ്ങൾ വായിച്ച് ഞാനിന്ന് പ്രസംഗിക്കുമെന്ന് തന്നെ തോന്നുന്നു കണ്ടിട്ട്. 29-ന്റെ ഇത്രയും പേരുടെ കയ്യിലിരിക്കുക. ഒന്നെടുത്തൊന്ന് ചൂടോടെ വായിക്കുക കേട്ടോ. നിൽക്കി എല്ലാവരും ഒന്ന് റെഡി ആയിക്കോ വായിക്കാൻ. വായിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ശ്രദ്ധിച്ച് വായിച്ചോ, പെട്ടെന്ന് വായിക്കണേ. 29-ന്റെ 23 ഇപ്പം ഞാൻ എടുത്തത് കൊണ്ട് വായിക്കാം. ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്തത് എന്ത്? ഈ മഹാക്രോധാഗ്നിയുടെ കാരണം എന്ത് എന്ന് സകല ജാതികളും ചോദിക്കും. ശരിയാ? അവിടെ ചെന്ന് സന്ദർശിക്കുന്ന മുഴുവൻ ആളുകളും ചോദിക്കുന്നു. ഈ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഈ പട്ടണത്തിന് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നാമും ചോദിക്കണം. പുറത്തൊക്കെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരായ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഈ പട്ടണത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങളും ചിന്തിക്കുക, നിങ്ങളും ചോദിക്കുക. അതിന് വ്യക്തമായ ഉത്തരം വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുകയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ സംഭവിച്ചത്, ഇങ്ങനെ സംഭവിച്ചത്? അതിന് എന്താണ് കാരണങ്ങൾ? ഈ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുമ്പോൾ അവളുടെ കാര്യം മാത്രമല്ല, അവളുടെ ഭർത്താവായ ലോത്ത്, ഈ രണ്ടു പേർക്കും ദൈവം നൽകിയ മക്കൾ, അവർ പാർത്തിരുന്ന സോദോം ഗൊമോര, അവിടുത്തെ നിവാസികൾ, അപ്പോഴുള്ള അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, അവിടുത്തെ വ്യവസ്ഥിതി, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അവളെ ഓർത്തുകൊള്ളുമ്പോൾ ഓർക്കേണ്ടതായ കാര്യങ്ങൾ. അവരെ ഓർക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ടതായ, ഭയത്തോടെ ഓർക്കേണ്ടതായ അനവധി കാര്യങ്ങൾ, ഭയാനകമായ ഓർമ്മകൾ നൽകുന്ന അനേകം കാര്യങ്ങളുണ്ട്. അതിലൊരു 5-6 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള സമയം കൊണ്ട് പറയണമെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഒരിക്കൽ കൂടെ ഈ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നോക്കാം. ഒന്നാമത്തെ ഓർമ്മ ഉൽപ്പത്തി 19-ന്റെ 17-ാമത്തെ വാക്യം നോക്ക്. ഉൽപ്പത്തി 19-ന്റെ 17-ാമത്തെ വാക്യം. ഉൽപ്പത്തി 19-ന്റെ 17-ാമത്തെ വാക്യം. കൊള്ളാം, വളരെ ഉപകാരം കേട്ടോ. ഇനിയും പറയും, വായിക്കണേ, ശ്രദ്ധിച്ചു. അപ്പോൾ ഇവിടെ കണ്ടോ, അവിടെ പറയുന്നത് കണ്ടോ, ഇത് അതിശക്തമായ ഒരു ഓർമ്മ നമുക്ക് തരിക. ഇതിന് ഞാനൊരു പേര് പറയട്ടെ. ഇത് ആത്മീയ അന്ധതയുടെ ഓർമ്മയാണ് നമുക്ക് നൽകുന്നത്. ആത്മീയ അന്ധതയുടെ ഓർമ്മ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവിടെ അവരോട് പറയുന്നത് ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത് എന്ന് അവർക്കൊരു മുന്നറിയിപ്പ് നൽകി അവിടെ നിന്നും പുറപ്പെടുവിക്കുവാനായിട്ട് പറയുകയാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തു? അതിൻ്റെ 27-ാമത്തെ വാക്യം കൂടെ വായിച്ച്. 26-ാമത്തെ വാക്യം. 26-19-ന്റെ. ഓടിപ്പോകുവാനായിട്ട് പറഞ്ഞു, പക്ഷെ തിരിഞ്ഞു നോക്കി ഉപ്പുത്തൂണായിപ്പോയി. എന്തിനാ തിരിഞ്ഞു നോക്കിയേ? എന്തുകൊണ്ടാ തിരിഞ്ഞു നോക്കിയത്? ഈ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക എന്ന് പറയുന്ന ഈ പ്രയോഗം ഞാൻ POC ബൈബിളിൽ ഒന്ന് പരിശോധിച്ച് നോക്കി. അവിടെ എഴുതിയിരിക്കുന്നത് വളരെ രസകരമാണ്. ജീവൻ വേണമെങ്കിൽ ഓടിപ്പൊക്കോളാൻ പറഞ്ഞു. ജീവൻ വേണമെങ്കിൽ. നമ്മൾ നാടൻ ശൈലിയിൽ ആളുകൾ തമ്മിൽ പറയുന്നത് പോലെ പറയുക, നിന്റെ ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ടോളാൻ പറഞ്ഞു, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാൻ പറഞ്ഞു. എത്ര ഗൗരവമായ ഒരു കാര്യമാണ് അത് എന്ന് പറയുക. അവൻ്റെ ജീവനെ ബാധിക്കുന്ന വിഷയമാണ്, ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ആ കുടുംബത്തോട് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഗൗരവത്തിൽ അവർ അത് ഉൾക്കൊണ്ടില്ല. എന്നിട്ട് നമ്മൾ വായിക്കുന്നത്, മനസ്സില്ലാ മനസ്സോടെ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ അവൾ പുറകോട്ട് നോക്കി, തിരിഞ്ഞു നോക്കി. എന്താ തിരിഞ്ഞു നോക്കുവാനുള്ള കാരണം?
അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഒന്ന്, അവിശ്വാസത്തിൻ്റെ ഒരു ഓർമ്മ അതിനകത്ത് കിടപ്പുണ്ട്. അവിശ്വാസം. ആ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ 100% അംഗീകരിക്കാതെ അവിശ്വസിച്ചു. അപ്പോൾ ദൈവവാക്കിനെ അവിശ്വസിച്ചു, അല്ല ദൈവവചനത്തെ അവിശ്വസിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു. ദൈവം ഉണ്ട് എന്നുള്ള വസ്തുത തന്നെ അവർ മറന്നു കളഞ്ഞു. ഇന്നും ഇത്തരത്തിലുള്ള ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, വക്രതയും അവിശ്വാസവും വക്രതയുമുള്ള തലമുറ, അവിശ്വാസവും വക്രതയുമുള്ള തലമുറ. ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ സിംഹഭാഗം ആളുകൾക്കും ദൈവവിശ്വാസം ഇല്ല എന്നുള്ളത് വളരെ സങ്കടത്തോടെ ഓർപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവവിശ്വാസമില്ല, ദൈവത്തെ വിശ്വാസമില്ല. ദൈവം ഉണ്ട് എന്ന് പറയുന്നവരെ കളിയാക്കുന്ന ഒരു തലമുറയാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ദൈവം ഇല്ല എന്ന് പറയുന്നവനെ കുറിച്ച് പറയുന്നത് എന്താണ്? ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ്. അത് BC 1500 കാലഘട്ടത്തിലെ കാര്യമാണ്. ദൈവം ഇല്ല എന്ന് ഹൃദയത്തിൽ പറയുന്നു എന്നുള്ളത്. ഇന്ന് കാലം അങ്ങ് മാറി. ഇന്നറിയാമല്ലോ, 10,000-കണക്കിന് വാഴ്സുള്ള ഗംഭീരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന മൈക്ക് സെറ്റ് സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടാണ് ദൈവം ഇല്ല എന്ന് ഇന്ന് പറയുന്നത്. ഈ ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് പൊതുവെ ഒരു ധാരണ അവർക്കുള്ളതും അവരെക്കുറിച്ച് ചില ആളുകൾ കണക്കാക്കി വച്ചിരിക്കുന്നത് അവർ ബുദ്ധിമാന്മാരെന്നാണ്. ചില പ്രൊഫസർമാരൊക്കെ ആ കൂട്ടത്തിലുണ്ട്, ജ്ഞാനികളെന്ന് പറയുന്നവരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഒരു വസ്തുത ഇന്ന് രാത്രികാലം ദൈവവചനത്തെ അടിസ്ഥാനമാക്കി പറയുകയാണ്, അവർ മൂഢന്മാരെന്നാണ് ദൈവവചനം പറയുന്നത്, ഫോഷന്മാരെന്നാണ് പറയുന്നത്. ദൈവം ഇല്ല, ഇത് ഉണ്ടെന്നൊക്കെ നമ്മളിത് പറയുമ്പോൾ അവർ നമ്മെ ഒരുവിധം പുച്ഛമായിട്ടാണ് കാണുന്നത്. വയറുപിഴപ്പിന് വേണ്ടി പറയുന്ന ഒരു പഴഞ്ചൻ സന്ദേശമായിട്ടാണ് ഇത് പറയുന്നത്. ഈ അടുത്തിടെ ഒരു യുക്തിവാദിയായ മനുഷ്യൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, കാണാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രമാത്രം ഘോരഘോരം പറഞ്ഞ് എന്തിനാ മനുഷ്യനെ മണ്ടന്മാരാക്കുന്നതെന്ന്. ഞാൻ ആ ആളിനെ കണ്ടിട്ടില്ല, കണ്ടിരുന്നുവെങ്കിൽ ചോദിക്കാമെന്ന് എനിക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കാറ്റ് കണ്ടിട്ടുണ്ടോ? നമ്മൾ കാറ്റിനെ കണ്ടിട്ടുണ്ടോ? കാറ്റിനെ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ കാറ്റുണ്ടെന്ന് വിശ്വസിക്കുന്നത്. കാറ്റിനെ കാണാത്ത എത്രയോ കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ യുക്തിവാദികൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിഷയമല്ല, യാഥാർത്ഥ്യമായിരിക്കണം, കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളായിരിക്കണം. അല്ലാത്തതൊക്കെ വിശ്വസിക്കുവാൻ അവർക്ക് അല്പ പ്രയാസമുള്ള വസ്തുതകളാണ്, കാര്യങ്ങളാണ്. കാണാത്തത് ഒരിക്കൽ ഒരു സ്ഥലത്ത് കുറേ കുട്ടികൾ ചേർന്ന് നിന്ന് അവരിങ്ങനെ പട്ടം പറത്തി രസിക്കുകയും കളിക്കുകയും ചെയ്യുകയാണ്. അവർ ഉയരത്തിൽ പറക്കുന്ന പട്ടത്തെ കണ്ട് വളരെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ വയസ്സനായ ഒരു മനുഷ്യൻ ആ വഴിക്ക് വരികയാണ്. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? ആ കുട്ടികൾ പറഞ്ഞു, മുകളിൽ ഒരു പട്ടമുണ്ട്, ഞങ്ങളത് പറത്തുകയാണ്. ഈ മനുഷ്യൻ അവിടെ നിന്ന് മുകളിലേക്ക് കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നോക്കിയിട്ട് പട്ടമൊന്നും കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു, മുകളിൽ പട്ടവും ചട്ടവും ഒന്നും ഇല്ല കുട്ടികളെ, പോക എന്ന് പറഞ്ഞ് അവരെ ആട്ടിപ്പായിക്കാനായി തുടങ്ങി. അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞു, ഉണ്ട്, മുകളിലൊരു പട്ടമുണ്ട്. അതെങ്ങനെയാണെന്ന് നിനക്കറിയാം? ഞങ്ങളുടെ കയ്യിൽ ഒരു നൂലുണ്ട്, ഒരു നൂല്. ഈ നൂല് ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? എന്നെ വലിക്കുന്നു. എൻ്റെ കൈ മുകളിലേക്ക് ചലിക്കുന്നു, മുകളിലേക്ക് എന്നെ ആകർഷിക്കുന്നു, മുകളിലേക്കൊരു ശക്തി എന്നെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസമുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം എപ്പോഴും മുകളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ബൈബിളിൽ ഒരു വാക്യം അറിയാമല്ലോ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം ദൈവത്തിനായി കാംക്ഷിക്കുന്നു, അവനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവമുണ്ട്, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നില്ല. ഈ കുടുംബം ദൈവത്തെയും ദൈവവചനത്തെയും അവിശ്വസിച്ചു എന്നുള്ളതാണ്. വിശ്വസിച്ചില്ല. ദൈവവിശ്വാസം എന്നുള്ളത് അവർക്ക് ഒരു അധികപ്പറ്റായിരുന്നു. അതാണ് ഒരു ആത്മീയ അന്ധത അവരെ ബാധിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് ദൈവവചനം, ദൂതൻ അവരോട് പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല. വചനത്തെ അവിശ്വസിച്ചു. ഇന്നും അങ്ങനെയാ. ദൈവം ഇല്ല, ദൈവത്തെ അവിശ്വസിക്കുന്നവർ, പിന്നെ ദൈവവചനമാകുന്ന ഈ ബൈബിളിനെ അവിശ്വസിക്കുന്നവർ, ബൈബിൾ വിശ്വസിക്കാത്തവർ. നമുക്കറിയാം, വിശ്വസിക്കാവുന്ന വിശ്വസനീയമായ ലോകത്തിലെ ഒരൊറ്റ പുസ്തകമാണ് ഇത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയേറെ വിശ്വസിക്കത്തക്കതായ ഒരു പുസ്തകം ലോകത്തിൽ ഇതല്ലാതെ വേറെയില്ല.
ഒരു ചെറിയ സംഭവം പറയാം. ഈ പുസ്തകത്തിൻ്റെ കവർ പേജിൽ കൊടുത്തിരിക്കുന്ന ആ തലവാചകം കണ്ടോ? എന്തുവാ ഇതിനകത്ത് പേരെന്ന് പറയുന്നത്? സത്യവേദ പുസ്തകം. കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു പുസ്തകമാണ്. പക്ഷേ പലർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, വിശ്വസിക്കാവുന്ന പുസ്തകങ്ങൾ ഒരുപാട് ലോകത്തിലുണ്ട്, ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ പുസ്തകങ്ങളുടെ പുസ്തകമായി കൈകളിലെടുത്ത് അഭിമാനത്തോടുകൂടെ നെഞ്ചോട് ചേർത്ത് വായിച്ച് സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. ഒരിക്കലും ഒരു വലിയമ്മച്ചി ഈ പുസ്തകം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ യുക്തിവാദിയായ ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ട് അവരോട് ചോദിച്ചു, അമ്മേ, നിങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ ഇന്നും ഈ പുസ്തകം കൊണ്ട് നടക്കുന്നല്ലോ, ഇത് വായിക്കുന്നല്ലോ, ഇതൊക്കെ കളയേണ്ട കാലമായി. ഇതൊരു പഴഞ്ചൻ പുസ്തകമാണ്, ഇത് കഴമ്പില്ലാത്തൊരു പുസ്തകമാണ്, വിഡ്ഢിത്വം വിളമ്പുന്ന ഒരു പുസ്തകമാണ് എന്നൊക്കെ അദ്ദേഹം ഘോരഘോരം ആ അമ്മച്ചിയോട് വിമർശന ബുദ്ധിയിൽ പറയാൻ തുടങ്ങി. അപ്പോൾ അവർ ചോദിച്ചു, എന്താ നീ അങ്ങനെ പറയുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു മഹാമത്സ്യത്തെ ഒരു മനുഷ്യൻ വിഴുങ്ങിയെന്നും 3 ദിവസം മത്സ്യം ഒരു മനുഷ്യനെ വിഴുങ്ങിയെന്നും 3 ദിവസം ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ ഇവൻ സ്വസ്ഥമായി ജീവിച്ചു എന്നും 3-ാം ദിവസം ഇവനെ ഛർദ്ദിച്ചു, ഇവൻ മറുകരയിൽ ചെന്ന് പ്രസംഗിച്ചു എന്നൊക്കെ പറയുന്നത്, ഇതുപോലെ അബദ്ധം ഉള്ള ഒരു കാര്യം, ഇതുപോലെ വിഡ്ഢിത്വമായ ഒരു കാര്യം വേറെ ഏതാ ഉള്ളത്? എന്ത് പറഞ്ഞപ്പോൾ ആ അമ്മച്ചി തിരിച്ചു പറഞ്ഞെന്നാണ്. എന്താ നീ പറഞ്ഞത്? മത്സ്യം മനുഷ്യനെ വിഴുങ്ങിയെന്നല്ലേ? തിരിച്ചാണ് നീ ചിന്തിച്ചു നോക്കിക്കേ. തിരിച്ചാണ് സംഭവിച്ചതായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ മഹാമത്സ്യത്തെ ഈ പ്രവാചകൻ വിഴുങ്ങി ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്നിരുന്നുവെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. കാരണം ഈ പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തിയിരുന്നാൽ ഞാൻ അത് വിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വസിക്കുവാൻ വിശ്വസിക്കത്തക്ക യോഗ്യമായ ഒരു പുസ്തകമാണ്. അടുത്തിടെ ഒരാൾ ചോദിച്ചു, ഈ പുസ്തകത്തിൽ AI കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം, വിശ്വസിക്കാം. അയ്യോ, ഇത് പറയുന്ന കേട്ടാൽ തോന്നി ഇത്രയും കാലം പറഞ്ഞതൊക്കെ ഇവരങ്ങ് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇനി AI കുറിച്ചും കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് വിശ്വസിച്ചു പോകുമെന്ന് തോന്നിപ്പോകും. ഇനി അവർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, AI-യിലൂടെയുള്ള പുതിയ നൂതനമായ കണ്ടെത്തലുകളെല്ലാം ഇതിന് അപ്പുറമായിട്ടുള്ള സാങ്കേതിക വിദ്യ വളർന്ന് പുതിയ കണ്ടെത്തലുകൾ വന്നാലും ബൈബിളിൽ അതിന് തെളിവുണ്ട്. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിച്ച് മുമ്പോട്ട് വരാം. ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 6-ാമത്തെ വാക്യം നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുവോ അതൊന്നും അവന് അതവന് സാധ്യമാകുന്നു. അവനത് സ്വീകരിക്കുവാൻ അവന് അത് അസാധ്യമായിട്ടാകുന്നില്ല. ഏതൊരു വിദ്യയും അവൻ്റെ കരതലത്തിൽ ഒതുങ്ങത്തക്ക വിധത്തിൽ അവനത് സാധ്യമാകുന്നു. പിന്നെയാണോ ഈ പറയുന്ന കാര്യം? അതുകൊണ്ട് ഞാൻ പറയട്ടെ, എത്രത്തോളം ശാസ്ത്രം വളർന്ന് ഉയർന്നാലും അതിൻ്റെ മുമ്പാകെ ഈ ബൈബിൾ അന്നും തലയെടുപ്പോടുകൂടെ തെറ്റുപറ്റാതെ അടിസ്ഥാനമുള്ളതായി നിൽക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഓർമ്മ ആത്മീയ അന്ധതയുടെ ഓർമ്മ, അവിശ്വാസത്തിൻ്റെ ഓർമ്മ, ദൈവത്തെ അവിശ്വസിക്കുന്ന ഓർമ്മ, ദൈവവചനത്തെ നിഷേധിക്കുന്നതിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് മാത്രമല്ല, ആരാധന നിഷേധത്തിൻ്റെ ഓർമ്മ കൂടെ ഉണ്ട് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം തന്നെ നമുക്ക് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 13-ന്റെ 5-ാമത്തെ വാക്യം. ആരാധന അവഗണനയുടെ ഒരു ഓർമ്മ വായിച്ചേ. അതെ, ഏതാ 5 ആണ് വായിച്ചത് അല്ലയോ? വായിച്ചത് ഏതാ? 5. നോക്കിക്കേ, അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാമോ? 3-ാമത്തെ വാക്യം.
അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ, ഇനി അതിന്റെ 5-ാം വാക്യം വായിച്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു എന്ന് പറഞ്ഞവിടെ നിർത്തിയിട്ട് തുടരുന്ന വാക്ക് കണ്ടോ? അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. ലോത്തിനും ഉണ്ടായിരുന്നു. ആടുമാടുകൾ ഉണ്ടായിരുന്ന അബ്രഹാം അവയിൽ നിന്ന് ചിലതെടുത്ത് യഹോവയെ ആരാധിച്ചു. മനസ്സിലായോ? എന്നിട്ട് കൂടെ പോകുന്ന ലോത്തിനും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ ചെയ്തില്ല. എന്താ കാര്യം? ആരാധിച്ചില്ല. അവിടെ വാക്ക് ഞാൻ അധികം വിവരിപ്പാനായിട്ടൊന്നും വരുന്നില്ല, ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. അബ്രഹാമിനുണ്ടായിരുന്ന ആടുമാടുകളിൽ നിന്ന് ചിലതെടുത്ത് ആരാധിക്കുവാൻ തയ്യാറായപ്പോൾ അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. സമയമുണ്ടായിരുന്നു, ആടുമാടുകൾ ഉണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, ആരാധിക്കുന്നതിന് അനുകൂലമായ എല്ലാ സൗകര്യങ്ങളും ദൈവം ധാരാളമായി അവനും ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അവയൊക്കെ തനിക്ക് പ്രധാനം നൽകിയ ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നതിനോ ആരാധിക്കുന്നതിനോ അവൻ തയ്യാറായില്ല. ആരാധന അവനൊരു വിഷയമല്ലായിരുന്നു. ഇന്ന് രാത്രികാലം പറയട്ടെ, ആരാധന അവഗണിക്കുന്ന തലമുറ. ദൈവം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ആയുഷ് തന്നിട്ടില്ലേ, ആരോഗ്യം തന്നിട്ടില്ലേ, കാണുന്ന കണ്ണ്, കേൾക്കുന്ന ചെവി, ആരോഗ്യമുള്ള ഒരു ശരീരം, അതിനനുസൃതമായ മറ്റെല്ലാ നന്മകളും തന്ന് ദൈവം ഈ ഭൂമിയിൽ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ പോറ്റുമ്പോൾ സ്തുതിക്കേണ്ടവനെ സ്തുതിക്കാതെ, സേവിക്കേണ്ടവനെ സേവിക്കാതെ, ആരാധിക്കേണ്ടവനെ ആരാധിക്കാതെ മുമ്പോട്ട് പോകുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യം. കൂടുതൽ ചേർത്തിങ്ങനെ പറയട്ടെ, യഥാർത്ഥമായിട്ട് ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ലോകത്തോടും പാപത്തോടും വേർപെട്ട് ദൈവസഭയോട് ചേർന്ന് ഒരു ആത്മീയ നിലവാരമുള്ള ജീവിതം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. എന്നാൽ മാത്രമേ അവന് ചാരിതാർത്ഥ്യത്തോടുകൂടെ ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയൂ. പക്ഷേ ലോത്ത് അങ്ങനെ ചെയ്തില്ല. ആരാധനയില്ലാത്ത മനുഷ്യൻ, ദൈവവിശ്വാസമില്ലാത്ത കുടുംബം, ദൈവവചനത്തിൽ വിശ്വാസമില്ലാത്ത കുടുംബം, ആരാധനയില്ലാത്ത കുടുംബം, മൊത്തത്തിൽ ഒരു ഇരുണ്ട അന്ധകാര നിബിഡമായ ഒരു നിലവാരത്തിൽ മുമ്പോട്ട് പോയതിൻ്റെ ഓർമ്മ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുമ്പോൾ ഓർക്കാനായി നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഓർമ്മ. രണ്ടാമത് നമുക്ക് വരാം, ആ ഭാഷത്തേക്ക് തന്നെ വരാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ യൂദായുടെ ലേഖനം, ആ സംഭവം അവിടെ പറയുന്ന ഭാഗത്തേക്ക് വരാം. യൂദയുടെ ലേഖനം 7-ാമത്തെ വാക്യം. യൂദയുടെ ലേഖനം 7-ാമത്തെ വാക്യം. യൂദ 7-ാമത്തെ വാക്യം. ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച്, അവിടെ ചില പ്രയോഗങ്ങളുണ്ട്. അതായത് മ്ലേച്ഛമായ ജീവിതത്തിൻ്റെ ഓർമ്മ. എന്താണ് ഈ കുടുംബം പാർത്തിരുന്ന ഈ കുടുംബത്തിനും കുടുംബം പാർത്തിരുന്ന സോദോമിനും സംഭവിച്ചത്? സോദോമിയരുടെ പാപത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ മ്ലേച്ഛമായ ധാർമ്മിക മൂല്യങ്ങളെല്ലാം കളഞ്ഞു കുളിക്കുന്ന, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയ ഒരു ജീവിത രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സോദോമിയരുടെ പാപം എന്ന് പറയുമ്പോൾ വേദപുസ്തകം അല്പമെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സാധാരണഗതിയിലുള്ള ഒരു പാപ ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു കാര്യമല്ല സോദോമിയരുടെ പാപം. ഇവരെ ഈ വിധത്തിൽ ഭസ്മീകരിക്കുന്നതിനും മുടിച്ചു കളയുന്നതിനും ഈ പട്ടണം തകർക്കപ്പെടുന്നതിനും ഉപ്പുകടലായി നിലം പൊത്തി കിടക്കുന്നതിനും കാരണമായ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ഇവരുടെ പാപജീവിതമാണ്. പാപജീവിതത്തിൻ്റെ ഓർമ്മ. എന്ത് പാപജീവിതമാണ് നോക്കിക്കേ. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. സോദോമിയരെ കുറിച്ച് പറയുന്ന, അവരുടെ പാപത്തെക്കുറിച്ച് പറയുന്ന അതിഭീകരമായ ചില വസ്തുതകൾ. 18-ാം അധ്യായം 20-ാമത്തെ വാക്യം നോക്ക്.
അവരുടെ പാപം അതികഠിനവുമായിരുന്നു. ഇനി നോക്കിക്കേ, അതിൻ്റെ 13 വാക്യം, ഉൽപ്പത്തി 13 വാക്യം. യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പാകെ, ലോകത്തിൻ്റെ മുമ്പാകെ, സമൂഹത്തിൻ്റെ മുമ്പാകെ അവർ ചെയ്യുന്നതൊന്നും പാപമായിട്ടോ മഹാപാപമായിട്ടോ ഒരുപക്ഷെ സദാചാരപരമായി മനുഷ്യൻ അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതാണല്ലോ മനുഷ്യൻ്റെ സ്ഥിതി. ഏത് നീചകൃത്യങ്ങൾ ചെയ്താലും അതിനെ ന്യായീകരിച്ചുകൊണ്ട്, സാധൂകരിച്ചുകൊണ്ട്, അതിനെ അനുകൂലിച്ച് കാര്യത്തെ ലഘുവായി കാണുന്ന ഒരു രീതി പൊതുവെ മനുഷ്യരുടെ ഇടയിലുണ്ട്, എന്ത് തിന്മകൾ ചെയ്താലും. പക്ഷേ ഇവരുടെ ഈ പാപം ദൈവത്തിൻ്റെ മുമ്പാകെ പറയുമ്പോൾ അവർ യഹോവയുടെ മുമ്പാകെ മഹാപാപികളായിരുന്നു. എന്താണ് ഇവരുടെ പാപം? സോദോമിയരുടെ പാപം നമ്മൾ ആദ്യം വായിച്ച, അതായത് യൂദായുടെ ലേഖനം 7 വാക്യത്തിൽ പറയുന്നുണ്ട് ദുർനടപ്പ്, അത് അവരുടെ ഒരു മഹാപാപം. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ അന്യജഡം മോഹിച്ചു എന്ന് പറയുന്നത്. ആ അന്യജഡം മോഹിച്ചു എന്ന് പറയുന്നത് ആണ് ആണിനെ മോഹിച്ചു, പെണ്ണ് പെണ്ണിനെ മോഹിച്ചു. നിയമവിരുദ്ധമായ ധാർമ്മികമായി വിരുദ്ധമായ ലൈംഗികമായ അരാജകത്വം അവരുടെ ജീവിതത്തിൽ കുടികൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാം സോദോമിയരുടെ ഇടയിൽ നടന്നിരുന്ന അത്തരം കാര്യങ്ങൾ. അതൊന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. ഇതുപോലുള്ള ഒരു സദസ്സിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. അത്രത്തോളം വൃത്തികെട്ടതായ നീചമായ മ്ലേച്ഛമായ ഒരു കാര്യമാണ് അവരുടെ ഇടയിൽ നടന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ദൈവവചനത്തിൽ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്ന ഒരു കാര്യമായിരുന്നു അത്. നോക്കിക്കേ, ലേവ്യ പുസ്തകം അതിൻ്റെ 22 അധ്യായം, ലേവ്യ പുസ്തകം അതിൻ്റെ 18 അധ്യായം 22 വാക്യം വായിച്ച്. 18ന്റെ 22 വാക്യം, ലേവ്യ പുസ്തകം 18ന്റെ 22 വാക്യം. സ്ത്രീയോടെന്ന പോലെ പുരുഷനോടുകൂടെ സഹിക്കരുത്. അത് മ്ലേച്ഛത. കണ്ടോ, ഇതാണ് സോദോമിയരുടെ പാപം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, അവിടെ ദൂതന്മാർ ഇറങ്ങി വന്നപ്പോൾ അവരെ ഭോഗിക്കേണ്ടതിന് അവിടെയുള്ള പുരുഷന്മാരെല്ലാവരും കൂടെ വന്നുകൂടിയതായ ഒരു കാര്യം. അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിന് ലോകത്ത് ബഹുപാടുപെടേണ്ടതായിട്ട് വന്നു. വളരെ ശക്തമായിട്ട് ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ്. ഈ പാപം, ഈ പറയുന്ന കാര്യമൊന്നും ഒരു പാപമായിട്ട് ഇന്നത്തെ തലമുറ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 7 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ സുപ്രീം കോടതിയിൽ ഉണ്ടായ ഒരു വിധി നിങ്ങൾ മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കുന്നു. പരസ്പര സമ്മതത്തോടുകൂടെ ഒരാണ് മറ്റൊരാണിനെയും ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെയും ഭോഗിക്കുന്നത് അത് ക്രിമിനൽ കുറ്റമെന്ന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞതാ. കോടതി വിധി ആയതുകൊണ്ട് ഞാൻ അതിലപ്പുറം ഒന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തിലേത് കോടതി ഈ കാര്യത്തിൽ ഇതുപോലെയോ ഇതിനപ്പുറമായിട്ടുള്ള ലഘൂകരിച്ചു കൊണ്ടുള്ള വിധി പറയുമ്പോഴും ദൈവവചനത്തിൽ സ്വർഗത്തിലെ കോടതി, പ്രപഞ്ചസൃഷ്ടാവായ പരമനായ ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത് അത് മ്ലേച്ഛത. ആ വാക്ക് കണ്ട, അത് മ്ലേച്ഛത, അത് നികൃഷ്ടമാണ്. അത് ഒരിക്കലും പൊറുക്കുന്ന ഒരു പാപമല്ല. ആ പാപമാണ് സോദോം ദഹനത്തിന് മുഖാന്തരമായി തീർന്ന അതിപ്രധാനമായ പാപങ്ങളിൽ ഒരു പാപം എന്ന് പറയുന്നത്. ഇന്നും അങ്ങനെയാ. അതുമാത്രമല്ല, സോദോമിയരുടെ കാര്യം സുവിശേഷത്തിൽ കർത്താവ് പറയുമ്പോൾ ലോത്തിൻ്റെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ നാളിൽ ഉണ്ടാകും എന്ന് ഒരു പ്രസ്താവനയുണ്ട്. പഴയ നിയമകാലത്ത് പറയുന്ന 2 ചരിത്ര കാലഘട്ടം പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞതിലെ ഒരു കാലം നോഹയുടെ കാലം, മറ്റൊന്ന് ലോത്തിൻ്റെ കാലം. അതിൽ ലോത്തിൻ്റെ കാലം പറഞ്ഞു വരുമ്പോൾ അവിടെ വിവാഹ കാര്യം പറയുന്നില്ല. ഞാൻ എടുത്ത് വായിച്ച് ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വൈവാഹിക ജീവിതത്തിൻ്റെ കാര്യം ലോത്തിൻ്റെ കാര്യത്തിൽ കാലത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് എന്താ മനസ്സിലാക്കുക, ലോത്തിൻ്റെ കാലത്ത് കല്യാണം ഉണ്ടായിരുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. വൈവാഹിക ജീവിതം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പരസ്പരം വിവാഹം ഇല്ലാതെ ജീവിച്ചു. വിവാഹിതരല്ലാതിരിക്കുമ്പോൾ തന്നെ വിവാഹിതരെ പോലെ അവർ ജീവിച്ചു. വിവാഹം കൂടാതെ തന്നെ വിവാഹിതരെ പോലെ ജീവിച്ചു. ഏതാണ്ട് അതുപോലെ ഒരു ചുറ്റുപാടിലേക്ക് ഈ കാലഘട്ടം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. യുവതലമുറയുടെ ഇടയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വലിയ ചിന്താഗതിയാണ്. അവർ ഏറ്റുപറയുന്ന ഒരു വാക്കാണ് വിവാഹം വേണ്ട. എന്തിനാണ് വിവാഹം? ഇത് സോദോമിയരുടെ
തനി ആവർത്തനത്തിൻ്റെ ഒരു വസ്തുതയായിട്ട് നമുക്ക് ആയിരിക്കുന്നു. അത് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പ്രിയപ്പെട്ടവരെ, വളരെ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് സോദോമിൻ്റെ ഈ നാശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാ. ഇന്നും അങ്ങനെയുള്ള ഒരു കാലം വളർന്നുകൊണ്ട് വരിക. തന്നിഷ്ടം പോലെ ഓരോന്നൊക്കെ ചെയ്യുക. മനസ്സിലായോ? വിവാഹം നടന്നാൽ തന്നെ നടക്കേണ്ടതുപോലെയൊന്നും അല്ലല്ലോ നടക്കുന്നത്. ഒരാണും ഒരു പെണ്ണും വിവാഹ ഉടമ്പടിയിലൂടെ രണ്ട് കുടുംബക്കാരുടെയും സാന്നിധ്യത്തിൽ അവരുടെയും സമ്മതത്തോടും അവരുടെ സഹകരണത്തോടും ആശീർവാദത്തോടും കൂടെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പരിശുദ്ധമായ വിവാഹ ബന്ധമൊക്കെ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. അവരവർക്ക് ബോധിച്ചവരെ അവരവർ കണ്ടെത്തുന്നു, അവരവർ ജീവിക്കുന്നു. അതിന് വിവാഹമൊന്നും ഒരു വിഷയമായിട്ടിരിക്കാത്ത കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കുറച്ചുകൂടെ കാലങ്ങൾ മുമ്പോട്ട് പോയാൽ വീട്ടിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവരുടെ വിവാഹം വീട്ടുകാരോട് പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറയാം. ഇപ്പോൾ കുട്ടി പറയാം, അടുത്ത മാസം 10-ാം തീയതിയാണ് എൻ്റെ കല്യാണം, പപ്പ ഈ സമയമുണ്ടെങ്കിൽ സംബന്ധിക്കണം എന്ന് പറയാവുന്ന ഒരു കാലം വിദൂരമല്ല. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഓർക്കണം, സോദോമിൻ്റെ പാപം അതിഭീകരമായ നിലയിൽ വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. എന്തുകൊണ്ട് സോദോം ഈ വിധത്തിലായി തീർന്നു? അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്, അധികം വിവരിക്കാതെ ഞാൻ ആ ഭാഗവും ഇടുന്നു. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവാനായിട്ട് പറഞ്ഞ് ഓർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ധാർമ്മിക അധപ്പതനത്തിൻ്റെ വ്യക്തമായ രണ്ടാമത്തെ ഓർമ്മ എന്ന് പറയുന്നത്. മൂന്നാമതായി നമ്മൾ മുമ്പോട്ട് വരാം. അവരുടെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകം 19-ന്റെ 14-ാമത്തെ വാക്യം നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 19-ന്റെ 14-ാമത്തെ വാക്യം. ഉൽപ്പത്തി 19-ന്റെ 14. ബ്രദർ ലേവ്യ പുസ്തകത്തിലാണ് നിൽക്കുന്നത്. ഉൽപ്പത്തി 19-ന്റെ 14-ാമത്തെ വാക്യം. അവഗണനയുടെ ഓർമ്മ. ഇത് ആരോട് പറയുന്നത്? ആ വാക്യം ഒന്നും കൂടെ വായിക്കണേ. ആര് പോയി? ലോത്ത് പുത്രന്മാരെ അല്ല, പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. എന്തോന്നാ സംസാരിച്ചേ? എഴുന്നേറ്റ് പുറപ്പെടുവിൻ. ഇപ്പോൾ ലോത്തിന് 2 കുട്ടികളുണ്ട് കേട്ടോ, പെൺപിള്ളാരെ. അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. വിവാഹ നിശ്ചയം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പട്ടണം നശിക്കാൻ പോകുന്നു എന്നുള്ള വസ്തുത സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് ലോത്തിനോട് പറയുന്നു. അപ്പോൾ ലോത്ത് ഞെട്ടിപ്പോയി. പട്ടണം നശിക്കാൻ പോവുക. അപ്പോഴാണ് ലോത്തിന് ഓർമ്മ വന്നത്, തൻ്റെ കുട്ടികളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെറുക്കന്മാര് ശരിക്കും എന്ത് ചെയ്തതല്ല, ഗുണപ്പെട്ടതല്ല. ഇപ്പോഴാണ് ഒരു ഓർമ്മ വന്നത്, ലോത്തിന് ഓർമ്മ വന്നത്. അപ്പോൾ അവരോട് ഈ കാര്യം പറഞ്ഞ് അവരൊന്ന് ദൈവത്തെ ഭയന്ന് ഒരു ജീവിത രൂപാന്തരം വന്നാൽ അവർ രക്ഷപ്പെട്ടല്ലോ, എൻ്റെ കുട്ടികളും രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലോത്ത് ഇപ്പോൾ നേരെ പോകുന്നത് മരുമക്കളോട് സുവിശേഷം പറയാനാ. അത് പറയാം. അതിനു മുമ്പ് ഓർക്കുക, ഇവരുടെ ജീവിത നിലവാരം മനസ്സിലായല്ലോ. ഒരു കാര്യം വ്യക്തമാണ്, ലോത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ലോത്തിൻ്റെ ആത്മീയ വീക്ഷണത്തിലല്ലായിരുന്നു, സോദോമിൻ്റെ പൊതു നിലവാരത്തിനനുസൃതമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേറുപെട്ട ഒരു വ്യക്തി അതുപോലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച് ജീവിക്കണം എന്നുള്ളത് ഒരു ദൈവഹിതമാണ്. അതൊക്കെയാണ് ഇത് യഹോവയാൽ സംഭവിച്ചെന്ന് പറയുന്നത്. അതാണ് മാന്യമായിരിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ലോത്തിന്റെ ജീവിതത്തിൽ അതല്ലായിരുന്നു ഇവിടെ സംഭവിച്ചത്. ലോത്ത് ഇപ്പോൾ ആത്മഭാരമുള്ളവനായി, സുവിശേഷദാഹമുള്ളവനായി സുവിശേഷം പറയാൻ പോകും. എൻ്റെ ഭാവനയിൽ ഞാനങ്ങ് പറയുകയാണ്, രാവിലെ എഴുന്നേറ്റ് ബൈബിളും കുറേ ട്രാക്റ്റും ഒക്കെ എടുത്തിട്ട് നേരെ ഒറ്റ പോക്ക. എങ്ങോട്ടാ ലോത്ത് സാറേ പോകുന്നത്? സുവിശേഷം പറയാൻ പോകുക. എവിടെയാ പോകുന്നത്? മരുമക്കളോട് പറയാൻ പോകുക. മരുമക്കളോട് ചെന്ന് പറഞ്ഞു, മക്കളെ, ദൂതൻ വന്ന് പറഞ്ഞു പട്ടണം നശിക്കാൻ പോവുകയാണ്, നമ്മൾ ഇവിടെ വിട്ട് പോകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ വിട്ട് പോകാനായിട്ട് ഒരുങ്ങണം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മരുമക്കൾ എന്താ പറഞ്ഞത്? കളി പറയുക, കാര്യത്തെ കളിയായിട്ട് കാണുക. എനിക്ക് തോന്നുന്നത് ഈ അമ്മാവനും മരുമക്കളും തമ്മിൽ ഒരുപാട് കളി പറയുന്നവരായിരിക്കും.
പിള്ളേരിപ്പോൾ പറയുക, അമ്മാവൻ എന്താ പുതിയ ഡയലോഗ് പറയുന്നു, പുതിയൊരു തമാശയുമായിട്ട് വന്നത്, ഇതെന്തോന്നാ പറയുന്നത്, തീ ഇറങ്ങും പോലും, പട്ടണം നശിക്കും പോലും, നാം ഒക്കെ ചത്തുപോകും പോലും, എന്തോന്നാ ഈ പറയുന്നത്, ഒരുമാതിരി യുക്തിക്ക് പറ്റാത്ത വാക്കുകൾ എന്നതാ അമ്മാവ പറയുക എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് സംഭാഷണം അങ്ങ് രസിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്തു നിന്നും പുറത്ത് കേൾക്കുന്ന ഈ ശബ്ദമുണ്ടല്ലോ, കളിയായിട്ട് കാണരുത്. സുവിശേഷത്തെ വെറും ഒരു തമാശയായിട്ട് കാണുന്ന അനേകരുണ്ട്. തെരുവുകളിൽ നിന്ന് സുവിശേഷം പറയുമ്പോൾ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നും മറ്റുമുള്ള സുവിശേഷ വസ്തുത സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അനേകർ വളരെ പരിതാപകരമായിട്ടും സഹതാപത്തോടും കൂടെയൊക്കെയാണ് ഇത് പറയുന്ന ആളുകളെ കാണുന്നത്. ഇതിനെ ഒരു കാര്യമായിട്ട് പലരും കാണുന്നില്ല, കളി തമാശയായിട്ടാണ് കാണുന്നത്. ഇന്ന് രാത്രിയിൽ സ്നേഹത്തോടെ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ സ്നേഹിതരോട് പറയട്ടെ, ഇത് ഒരു തമാശയായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇത് കാര്യമായ കാര്യമാണ്. ഇത് അങ്ങനെ അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല. കളി പലതുമുണ്ട് ലോകത്തിൽ, നമുക്ക് തമാശയായിട്ട് കാണാവുന്ന പല കാര്യങ്ങളുമുണ്ട്. കാര്യത്തെ കാര്യമായി കാണുക, കളികാര്യങ്ങളെ കളികാര്യങ്ങളായിട്ട് കാണുക. സുവിശേഷം കളിയല്ല, ആരാധന കളിയല്ല, ദൈവഭക്തി കളിയല്ല, ദൈവിക വിഷയങ്ങൾ ഒരു കളിയായിട്ട് കാണരുത്. ഇത് നിങ്ങളുടെ ആത്മാവിനെ ബാധിക്കുന്ന വിഷയമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ജീവരക്ഷയ്ക്കായി എഴുന്നേറ്റ് പോകുക. ഇത് ആത്മാവിനെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് ശരീരത്തിൻ്റെ വിഷയമല്ല, വസ്ത്രത്തിൻ്റെ വിഷയമല്ല, ജോലിയുടെ വിഷയമല്ല. മനസ്സിലായോ? ഇത് ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടത്തിൻ്റെ വിഷയമല്ല. ഇത് നമ്മുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ വിഷയമാണ് ഈ പറയുന്നത്. അതവർ കളിയായിട്ട് കണ്ടു, കളിയായിട്ട് കണ്ടു, തമാശയായിട്ട് കണ്ടു. അറിയാമല്ലോ, ഈ എമ്മാവുസ് അല്ല, യെരുശലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം 2 ശിഷ്യന്മാർ പോയല്ലോ. അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് പോകുന്ന കൂട്ടത്തിൽ അവരറിയാതെ അവരോടൊപ്പം ഒരാളും കൂടെ വന്നു ചേരുന്നു. അങ്ങനെ യാത്ര മുമ്പോട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഉച്ചഘട്ടത്തിൽ എത്തിയപ്പോൾ അവർ തമ്മിൽ പറഞ്ഞ കാര്യം ഈ ശിഷ്യന്മാർക്ക് എങ്ങനെ തോന്നി അറിയാമോ? ആർക്കെങ്കിലും എങ്ങനെ ഒരു വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നോക്കിക്കേ. ലൂക്കോസ് 24-ന്റെ 11-ാമത്തെ വാക്യം വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ലൂക്കോസ് 24-ന്റെ 11. അയ്യോ, ഈ വാക്ക് അവർക്കൊരു കഥ, കളിയായി തോന്നി, കഥയായി തോന്നി. കഥയും കളിയും ഒക്കെ ഉണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കാതെ പറഞ്ഞു മുമ്പോട്ട് വരട്ടെ, ഇത് കളിയല്ല. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു 60 നില കെട്ടിടത്തിൻ്റെ മുകളിൽ 3 സ്നേഹിതന്മാർ താമസിച്ചിരുന്നു. ഒരു ദിവസം അവർ പുറത്ത് അവരുടെ ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് പോയിട്ട് വൈകിട്ട് അവരുടെ താമസിക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുവാനായി താഴെ വന്നപ്പോൾ കാണാം ലിഫ്റ്റ് കേടായി. ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ് 60 നില കെട്ടിടത്തിൻ്റെ മുകളിൽ പോകുക എന്ന് പറഞ്ഞാൽ, ലിഫ്റ്റ് കേടായാൽ നടന്നു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ശ്രമകരമായ അത്യധ്വാനമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ 3 പേരും തമ്മിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, പേടിക്കണ്ട, ഒരു 20 നില വരെ പോകുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ ഏറ്റത്? ഞാൻ നന്നായിട്ട് പാട്ട് പാടാം. പാട്ട് കേട്ട് ആസ്വദിച്ച് ആ പാട്ടിൻ്റെ ആസ്വാദനത്തിൽ പെട്ടെന്ന് ക്ഷീണമില്ലാതെ നമുക്ക് 20 പടി കയറാം, 20 നിലയിൽ കയറാം. അടുത്ത ആൾ പറഞ്ഞു, ബാക്കി ഞാൻ ഏറ്റു, ഒരു 20 നിലയുടെ കാര്യം, നല്ല കഥ പറയാം ഞാൻ. അയാൾ പറഞ്ഞു, 20 നില നല്ല കഥ കേട്ട് നമുക്ക് പോകാം. മൂന്നാമത്തെ ആൾ പറഞ്ഞു, എന്നാൽ ബാക്കിയുള്ള 20 നിലയുടെ കാര്യവും ഞാൻ ഏറ്റു. താൻ എന്ത് ചെയ്യും? നല്ല കളിതമാശ പറയാം, നല്ല തമാശ പറഞ്ഞങ്ങ് പോകാം. അങ്ങനെ ഇവർ പാട്ടുപാടി 20 നിലയിലെത്തി, കഥ പറഞ്ഞ് അടുത്ത 40-ാം നിലയിലെത്തി. തമാശ പറയുന്ന ആളും പറഞ്ഞ് 60-ാമത്തെ നിലയിലെത്തി. അപ്പോഴാണ് തമാശ പറഞ്ഞ ആളിൻ്റെ മുഖം ഒന്ന് വാടി, അല്പം നമ്മൾ ആനനായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അടുത്ത ഒരു തമാശ പറയാൻ പോവുകയാണ്, അത് കേട്ട് ഞെട്ടിപ്പോകരുത്. എന്താ കാര്യം? താക്കോലെടുക്കാൻ മറന്നുപോയി. അതവിടെ നിൽക്കട്ടെ. കളിയും തമാശയും കഥയുമായിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ച് അവസാനം എത്തുമ്പോഴേ ഈ ഒരു ഞെട്ടലിൻ്റെ മുമ്പിൽ എത്തരുത്. അതുകൊണ്ട് സ്നേഹത്തോടെ ഇന്ന് രാത്രികാലം ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇത് കളിയല്ല,
വലിയ ഗൗരവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ലെങ്കിലും 3-4 പാട്ടുപാടി 1-2 പേര് പ്രാർത്ഥിച്ചു, ഒരു വചനം കേൾക്കുന്നു, കാഴ്ചയ്ക്ക് വലിയ പ്രത്യേകതയായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിലും ഇത് കാര്യമാണ് പറയുന്നത്, ഇത് സത്യമാണ് പറയുന്നത്, യാഥാർത്ഥ്യമാണ് പറയുന്നത്, നടക്കേണ്ടതുമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗം ഇല്ല എന്നും കൂടി ഓർപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അവഗണനയുടെ അല്ലെങ്കിൽ കാര്യത്തെ കളിയായി കണ്ടതിൻ്റെ ഓർമ്മ ലോത്തിന്റെ ഭാര്യയെ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുകയാണ്. അടുത്തൊരു ഭാഗത്തേക്ക് വരാം. 4-ാമതായിട്ട് ഇവരെ ഓർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 4-ാമത്തത് ഉൽപ്പത്തി പുസ്തകം 13-10 മുതലുള്ള വാക്യം വായിച്ച്. ഉൽപ്പത്തി 13-10 മുതലുള്ള വാക്യം. ഉൽപ്പത്തി പുസ്തകം 13-10 മുതലുള്ള വാക്യം. അപ്പോൾ ലോത്ത് അവിടെ നിൽക്കട്ടെ, ബാക്കി ഞാൻ പറഞ്ഞു വരാം. ഇത് ദ്രവ്യാഗ്രഹത്തിന്റെ ഓർമ്മ. ലോത്തിനും ഭാര്യയ്ക്കും സംഭവിച്ച ആ മഹാദയനീയമായ സംഭവം നമുക്ക് നൽകുന്ന മറ്റൊരു ഓർമ്മ പണത്തിന്റെ ഓർമ്മ, പണത്തിന്റെ പുറകെ ഓടിയതിന്റെ ഓർമ്മ, പണം മാത്രം തിരഞ്ഞെടുത്തതിന്റെ ഓർമ്മ. അതുകൊണ്ടാണ് ദ്രവ്യാഗ്രഹത്തിന്റെ ഓർമ്മ. ഇവിടെ ഈ സോദോം ഗൊമോറ എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ കണ്ണിന് വളരെ പ്രത്യേകമായ ആകർഷണീയമായി തോന്നി. അതുകൊണ്ട് ലോത്ത് സോദോമിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ തന്നെ കൂടെ വന്ന അബ്രഹാം അതിലേക്ക് വന്നില്ല. അബ്രഹാം മറ്റൊരു വഴിക്ക് നിൽക്കുമ്പോൾ അന്ന് കാലത്തുണ്ടായിരുന്നതിൽ ഏറ്റവും മെച്ചമായ, ഏറ്റവും ഫലഭൂയിഷ്ടമായ, പച്ചപ്പ് നിറഞ്ഞ, നീരോട്ടമുള്ള, ഫലവർഗ്ഗങ്ങളുള്ള, ഏദൻ പോലിരുന്ന ഈ സോദോം ഗൊമോറയെ അവൻ തിരഞ്ഞെടുത്തതിൻ്റെ പിമ്പിൽ ലോത്തിന് ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടുത്തെ ഭൗതികമായ നന്മകൾ. അല്ലാതെ അവിടെയുള്ള പള്ളിയോ ആരാധനയോ ആത്മീയ കാര്യങ്ങളോ അതൊന്നും അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല, അതൊട്ടും അവിടെ ഇല്ലയും താനും. പക്ഷെ ഇവൻ തിരഞ്ഞെടുത്തതെല്ലാം പണമായിരുന്നു. ഇനി നോക്കിക്കേ, അവിടെ 1-2 വാക്കുകൾ പറയുന്നത്. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ലോത്ത് നോക്കി. ആ നോക്കി എന്ന പ്രയോഗം ശ്രദ്ധിച്ചോ. അത് കഴിഞ്ഞ് 12-ാം വാക്യത്തിൻ്റെ ഒടുവിൽ കൂടാരം നീക്കി. അപ്പോൾ നോക്കി, പിന്നെ കൂടാരം നീക്കി, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് പറയുന്നു കൂടാരം അടിച്ചു. നോക്കി, നീക്കി, അടിച്ചു. എവിടെയാ കൂടാരം അടിച്ച്? സോദോമിൽ കൂടാരം അടിച്ചു. അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം സോദോമായിരുന്നു, സോദോമിൽ കൂടാരം അടിച്ചു. എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ പുറകെ പോയി പണം കുന്നുകൂടാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ അദ്ദേഹം പാർത്തു. ലോത്ത് സോദോമിൽ കൂടാരമടിച്ചു പാർത്തു. ഇനി നമുക്ക് തോന്നും ഒരുപക്ഷെ അതൊരു ബുദ്ധിപരമായ നീക്കമല്ലേ? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് അവൻ അവിടെ കൂടാരമടിച്ചത് അതൊരു നല്ല കാര്യമല്ലേ? പണം കിട്ടിയില്ലേ? ശരിയാ. ഇപ്പോൾ അവൻ അവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള ഒരു സ്ഥാനത്തെത്തി. അവൻ ഒരുപാട് പണം കിട്ടി. എന്നാൽ വേഗം കാര്യങ്ങൾ മറിഞ്ഞു തിരിയുന്നു. നിങ്ങൾക്കറിയാമല്ലോ, സ്വർഗത്തിലെ ദൂതന്മാർ വന്നിട്ട് ഈ കുടുംബത്തോട് പറയാണ്, സോദോം ഗൊമോറ നശിക്കാൻ പോവുകയാണ്, വിട്ടുപൊയ്ക്കൊള്ളണം. അതിനു മുമ്പേ ദയവായി കനിവ് തോന്നി ഇവരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. 19-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നോക്ക്. എല്ലാവരും ഈ വാക്യം ഒന്ന് എടുക്കണമെന്ന് എനിക്കൊരു പ്രത്യേക നിർബന്ധമുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം, നോട്ട് ചെയ്യണം, ഹൃദയത്തിൽ കുറിച്ചിട്ടോണം. 19-ന്റെ 12-ാമത്തെ വാക്യം. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റ് ആരൊക്കെയാ? അവരാരൊക്കെയാ? മരുമക്കള്, പുത്രന്മാര്, പുത്രിമാരോ, നിനക്ക് ഇങ്ങനെ പട്ടണത്തിലുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി പോകാൻ പോവുക. മനസ്സിലായോ? പോകാൻ പോവുക. അവസാനത്തെ പോക്കാണ്. പോകാൻ സമയത്ത് പറയുന്നത്, ഇവിടെ നിന്ന് നിനക്ക് കൊണ്ടുപോകാൻ വല്ലതും ഉണ്ടോ? ഈ സോദോം ഗൊമോറയിൽ വന്ന് പാർത്തിട്ട് കുറെ കാലമായില്ലേ? ഇപ്പൊ ഇവിടെ നിന്ന് പെട്ടിയും കെട്ടി പോകേണ്ട സമയമായി. പോകാൻ നേരത്ത് കൊണ്ടുപോകുവാനായി വല്ലതും ഉണ്ടോ? നേടിയോ? അത് എന്തൊക്കെയാ? മക്കളോ, മരുമക്കളോ, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരായിട്ടുള്ള ആളുകളോ ഒക്കെ. ഇനി
വല്ലവരുമുണ്ടോ, ആ വാക്ക് വല്ലവരുമുണ്ടോ എന്ന സ്ഥാനത്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകുവാൻ വല്ലതുമുണ്ടോ എന്നെങ്ങാനും ലോത്തിനോട് ചോദിച്ചിരുന്നെങ്കിൽ ലോത്ത് എന്ത് പറഞ്ഞേനെ? അയ്യോ, വല്ലതും ഉണ്ടോന്നോ? 10 പാണ്ടിലോറിയിൽ കയറ്റിയാലും തീരാത്ത സമ്പത്ത്, കാളയും കഴുതയും ഒട്ടകങ്ങളും ആടുമാടുകളും വെള്ളിയും പൊന്നും എന്ന് വേണ്ട വ്യത്യസ്തങ്ങളായ ഒരുപാട് സമ്പത്ത് ഞാൻ ഇവിടെ നേടിയിട്ടുണ്ട്, വല്ലതുമുണ്ടോ എന്നല്ല ചോദിച്ചത്. പിന്നെ വല്ലവരുമുണ്ടോ, ആ വാക്ക് പ്രത്യേകം അടിവരയിട്ട് നോട്ട് ചെയ്തോണം. പ്രിയപ്പെട്ടവരെ, നാം ഈ നാട് വിട്ടുപോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകുവാനുള്ളത് വല്ലതുമല്ല, പിന്നെ വല്ലവരും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നേടിയത് വെള്ളി കൊണ്ട് പോകത്തില്ല, പൊന്നു കൊണ്ട് പോകത്തില്ല, പണം കൊണ്ട് പോകത്തില്ല, ഭൗതികമായ നേട്ടങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകുവാൻ അനുവദിക്കത്തുമില്ല. മനസ്സിലായോ? വിട്ടുപോകുമ്പോൾ കൊണ്ടുപോകാൻ ആത്മാക്കളെ നേടിയാൽ കൊണ്ടുപോകാം. ദൈവമക്കൾ, ഒരു നിമിഷം ചിന്തിക്കുക. ഇത്രയും കാലമായി ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ കാഴ്ചവെക്കുവാൻ ഞാൻ ചിലത് നേടിയിട്ടുണ്ടെന്ന് പറയുന്നത് ആത്മാക്കളായിരിക്കണം. തിരിഞ്ഞു നോക്കി ചിന്തിച്ചു നോക്കിക്കേ, ഈ കഴിഞ്ഞ കാലം അത്രയും ആയുസ്സും ആരോഗ്യവും ഭൗതികമായ സമ്പത്തും ഒക്കെ തന്ന് ദൈവം ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിപ്പിച്ചപ്പോൾ നമ്മൾ എന്താണ് നേടിയത്? ഒരാത്മാവിനെയെങ്കിലും. കൂട്ടത്തിൽ പറയാം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പകൽ മുഴുവനും ഓടി നടന്ന് വീടുകളിലും വീതികളിലും നിന്ന് സുവിശേഷം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും, നിങ്ങൾ സ്വാഗതം ചെയ്തില്ലെങ്കിലും, നിങ്ങളുടെ വീടുകളിൽ വന്ന് ഇത് പറയുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഭൗതികമായ നേട്ടത്തിനല്ല. സ്നേഹത്തോടെ പറയാം. ഈ പരിപാടിയൊക്കെ നടത്തുന്നത് സംഘാടകർക്ക് കുറേ പണം നിറഞ്ഞ് കവിയുന്നത് കൊണ്ടൊന്നുമല്ല, ഭൗതികമായ ഒരു നേട്ടവും കൊണ്ടല്ല. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. സ്നേഹത്തോടെ ഉള്ളിൻ്റെ ആഴത്തിൽ നിന്ന് പറയാം, ഒരു സ്തോത്ര കാഴ്ച പോലും ഈ കാര്യത്തിന് വേണ്ടി എടുക്കുന്നില്ല, ഒരു വീട്ടിലും ചെന്ന് ആരോടും ഒന്നും ചോദിച്ചു വാങ്ങുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു അംശം, വേർപ്പിൻ്റെ ഒരു അംശം മാറ്റിവെച്ച് ഇതിനു വേണ്ടി ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരേ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒരാളെങ്കിലും ഈ കർത്താവിനെ അംഗീകരിച്ച് അവരുടെ ആത്മാവ് നിത്യതയിൽ കാണണമെന്നുള്ള ആ പരമമായ സംശുദ്ധമായ സുവിശേഷ സംബന്ധമായ ആത്മദാഹത്തിൻ്റെ കാര്യം മാത്രമാണ്. വല്ലതും കൊണ്ടുപോകാനുണ്ടോ? കൊണ്ടുപോകാനൊന്നുമില്ല. ഇനി കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആളുകൾ തന്നു വിടത്തുമില്ല, അല്ലയോ? വിട്ടുപോകുമ്പോൾ എന്താ തന്നു വിടുന്നത്? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു ശവസംസ്കാരത്തിൽ സംബന്ധിച്ച് കണ്ട ഒരു കാര്യം പറയാം. അത് ഒരു വല്യമ്മച്ചിയുടെ മരണമാണ്. ബോഡി എടുക്കാൻ സമയത്ത് അത് മുഹൂർത്തമൊക്കെ നോക്കി ശവസംസ്കാരം നടത്തുന്ന ആളുകളാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലാതെ ഉള്ള ഒരു വിശ്വാസത്തിൽപ്പെട്ട ആളുകളാണ്. ഈ ബോഡി എടുക്കാൻ സമയത്ത് ഈ അമ്മച്ചിയുടെ മൂക്കിൽ കിടക്കുന്ന ഒരു മൂക്കുത്തി ഉണ്ടായിരുന്നു. അത് വലിയ മൂക്കുത്തി ഒന്നുമില്ല, കൊത്തമല്ലിയുടെ അളവേ ഉള്ള ഒരു സാധനം, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഊരി എടുക്കാൻ വേണ്ടി ഇവർ ഈ മുഹൂർത്തമൊക്കെ നോക്കി നടത്തുന്നവരാണെന്ന് ഓർത്തു വേണേ, ഒരു 15 മിനിറ്റിലധികം സമയം അത് ഊരാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി ബോഡി വെച്ച് അതിൻ്റെ വേണ്ടപ്പെട്ടവർ അവിടെ സമയം കളഞ്ഞത് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, പറയാമെന്ന് എൻ്റെ മനസ്സിൽ, പറഞ്ഞെങ്കിൽ എന്നെ തല്ലും അവരെ, എനിക്കറിയാം. എനിക്ക് തോന്നിയത്, പാവം ഇത്രയും നാൾ കൊണ്ട് നടന്നിട്ട് ഈ ഒരു ഇത്രയേ ഉള്ളൂ, അതങ്ങ് വിട്ടുകൂടെ, അതും കൂടെ അങ്ങ് കൊടുത്ത് വിട്ടുകൂടെ, എന്തിനാ ഈ ബുദ്ധിമുട്ടുന്നത് എന്ന് പറയാമെന്ന് തോന്നി. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം അതുപോലും തന്നുവിടത്തില്ല. നഗ്നത മറയ്ക്കാൻ ഒരു തുണി മറച്ച് വിടുക അല്ലാതെ ഒന്നും കൊണ്ടുവന്നുമില്ല. നമ്മളൊന്നും ഈ ബോധം നമ്മെ ഒന്ന് ഭരിച്ചിരുന്നുവെങ്കിൽ, അതിനിടയിൽ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി കർത്താവേ സ്തോത്രമെന്ന് പറഞ്ഞ് ജീവിപ്പാൻ കഴിയട്ടെ. അല്ല, നേടിയവരാരാ, എന്നതാ കൊണ്ടുപോയത്? ഈ ശരിയായ ബോധം മനുഷ്യരെ ഭരിച്ചിരുന്നുവെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്ന കേസുകളും വഴക്കുകളും കോടതിയും ഒക്കെ കയറുന്നതും ഒക്കെ മാറി മനുഷ്യസമാധാനത്തോടെ മനുഷ്യന് ജീവിക്കാമായിരുന്നില്ലേ? നിങ്ങൾക്കറിയാമോ, മഹാ അലക്സാണ്ടർ എന്നൊരു ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മഹാ അലക്സാണ്ടർ, അദ്ദേഹം അതിശക്തനായ അതികായനായ ഒരു മഹാമന്നനാണ്. അദ്ദേഹം 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം രാജാവായത്. 32-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നു. ഇതിനിടയിൽ അനേകം യുദ്ധങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകത ഒരു ഒറ്റ യുദ്ധത്തിൽ പോലും അദ്ദേഹം തോറ്റിട്ടിട്ടില്ല എന്നാണ്. മാസഡോണിയൻ ചക്രവർത്തി എന്ന് പറയുമ്പോൾ ആളുകൾ ഇന്ന് രോമാഞ്ചത്തോടെ ഓർക്കുന്ന മഹാ അലക്സാണ്ടർ. അദ്ദേഹത്തിൻ്റെ മരണത്തോട് സംബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നാട്ടിൽ കഥ പോലെ പരക്കുന്നുണ്ട്. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നും. ശരിയാ, ചിലപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ തൊങ്ങലും പൊടിപ്പൊക്കെ വെച്ച് കെട്ടിയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന വിശ്വസനീയമായ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട. മരണത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ്, മരണം ഉറപ്പാകുന്ന ആ നിമിഷം അദ്ദേഹം തൻ്റെ പരിചാരകന്മാരോട് ഇങ്ങനെ പറഞ്ഞെന്നാണ്. അതിൽ ഒരു കാര്യം, ഞാൻ മരിച്ച ശേഷം എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിക്ക് നാണയത്തുട്ടുകളും രത്നങ്ങളും വഴിക്ക് വിതരണമെന്നാണ്. എന്നിട്ട് അതിൽ മെതിച്ചു വേണം, അതിൽ ചവിട്ടി വേണം എൻ്റെ ബോഡി കൊണ്ടുപോകുവാനായി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം കഴിച്ച മരുന്നുകളുടെ കാലിക്കുപ്പികൾ അത് കൂടെ കയ്യിൽ പിടിച്ചേക്കണം. എന്നിട്ട് എൻ്റെ ബോഡി എടുക്കേണ്ടത് എന്നെ ചികിത്സിച്ച വൈദ്യന്മാര്, ഡോക്ടർമാർ, അവർ വേണം എൻ്റെ ഡെഡ് ബോഡി ചുമക്കുവാനായി. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ശവപ്പെട്ടിയുടെ 2 വശങ്ങളിലും 2 ദ്വാരമിട്ടിട്ട് എൻ്റെ ഇരു കൈകളും പുറത്തേക്ക് ഇട്ടേക്കണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം, മഹാനായ അലക്സാണ്ടർ വെറും കൈയോടെ ഉലകത്തിൽ വന്ന് 2 ഭാഗം വെട്ടിപ്പിടിച്ച ഈ മനുഷ്യൻ ഇപ്പോൾ എങ്ങനെ പോകുന്നു? വെറും കൈയോടെ പോകുന്നു. എന്തിനാണ് ഈ പണവും രത്നങ്ങളെല്ലാം വഴിയിൽ വിതറുന്നത്? അവകൾ കൊണ്ടൊന്നും എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, പണം രക്ഷിക്കത്തില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ മരുന്നിൻ്റെ കാലിക്കുപ്പികൾ? അതൊക്കെ സേവിച്ചിട്ടും അതൊന്നും എന്നെ രക്ഷിക്കുവാൻ പര്യാപ്തമായിരുന്നില്ല. ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോയില്ല. ശരിയല്ലേ? ക്രിസ്തീയ വിശ്വാസികളുടെ വീടുകളിൽ രാവിലെയൊക്കെ കേൾക്കുന്ന മനോഹരമായ ഒരു പ്രഭാതഗാനത്തിൻ്റെ വരികൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ യാതൊന്നും എൻ്റെ കൂടന്നു പോരുവാൻ, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ കൂടന്നു പോരുവാൻ. എത്രയോ ശരിയായ ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, ലോത്തിനോട് ദൈവത്തിൻ്റെ ദൂതൻ ചോദിക്കുക, ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ വല്ലവരുമുണ്ടോ? വല്ലതുമുണ്ടോ എന്നല്ല ചോദിച്ചത്. സ്നേഹത്തോടെ ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ, ഹൃദയത്തിൻ്റെ മുമ്പിൽ അതിശക്തമായി ക്രിയ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഓർമ്മയിലേക്ക് നമുക്ക് വരാം. ദ്രവ്യാഗ്രഹത്തിൻ്റെ, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക, ദ്രവ്യാഗ്രഹത്തിൻ്റെ ഓർമ്മ. 5ാമതായി അവരെ ഓർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഓർമ്മ 19-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യം നോക്ക്. 19-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യം. ഞാൻ ഇത്രയും ആ വായിച്ച ഭാഗത്തു നിന്നും പറയാൻ വരുന്നത്, അവരോടുള്ള അനന്തമായ ദൈവകൃപയുടെ ഓർമ്മ. ദൈവകൃപ എന്താണ്? ആ കൃപ എന്ന വാക്ക് ഇവിടെ ഇല്ല. കൃപ മഴ പോലെ ചൊരിയുന്ന ഒരു സംഭവം അവിടെ കിടപ്പുണ്ട്. ഇവനോട് പറഞ്ഞു ഇവിടുന്ന് വിട്ടു പോകാൻ, പക്ഷെ അവൻ പോകുന്നില്ല. പോകാനായിട്ട് ദൂതന്മാർ അവനെ ബന്ധപ്പെടുത്തി, ത്വരിതപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, കാലം കഴിയാറായി, ലോകം അതിൻ്റെ അന്തിമ നിമിഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹ്രസ്വമായ നമ്മുടെ ജീവിതം ഇത് തീരാറായി, വിട്ടുപോകേണ്ട സമയമായി, പോകുവാനായി ഒരുങ്ങുവാനായി, പോകുന്നതിന് വേണ്ടി ഒരുങ്ങുവാനായി ദൂതന്മാർ ബന്ധപ്പെടുത്തുകയാണ്. അല്ല, ഇന്ന് രാത്രി കേൾക്കുന്ന നിങ്ങളോടും തന്നെ പറയുകയാണ്, നമ്മൾ പുറപ്പെടേണ്ട സമയമായി, വിട്ടുപോകേണ്ട സമയമായി. അധിക നാളുകൾ ഇനി മുമ്പോട്ട് പോകാമെന്ന് കരുതരുത്. ഇത് പറഞ്ഞിട്ടും അവൻ എന്ത് ചെയ്തെന്നാണ് ആ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്? അവൻ താമസിച്ചപ്പോൾ. അതിന്റെ അർത്ഥം എന്തുവാ? അവന് മനസ്സില്ല. അവൻ അവിടെ തന്നെ അങ്ങ് അള്ളുപിടിച്ചിരിക്കുക. ഇനി എൻ്റെ പാവരിയിൽ പറയാം, ലോത്തിന്റെ വീട്ടിന്റെ ആ സിറ്റൗട്ടിൽ
ആ ചാരുകസേരയിൽ ഇങ്ങനെ കിടന്ന് പത്രമൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ വന്ന് പറയുന്നത് പോകാൻ. അപ്പൊ ദൂതൻ ഇപ്പൊ ലോത്ത് എന്നാ പറയുക? പോകാനോ? എങ്ങോട്ട് പോകാനാ? ഞാൻ പത്രം പോലും വായിച്ചില്ല, ഞാൻ ബെഡ് ചായ കുടിച്ചിട്ടില്ല, ഞാൻ എവിടെ പോകാനാ പറയുന്നത്? അവനെ പിന്നെ അങ്ങ് താമസിക്കുക. അവൻ താമസിച്ചപ്പോൾ താമസിക്കരുത്. ഒരുപാട് താമസിച്ചു കേട്ടോ. വയസ്സ് 10 ആയിരുന്നപ്പോൾ കേട്ടു, 20 ആയി, 25 ആയി, 30 ആയി, 35 ആയി, 40 ആയി, 45 ആയി. താമസിക്കുന്നില്ലേ? ഒരുപാട് താമസിക്കില്ലേ? എത്രയോ പ്രാവശ്യം കേട്ടു, എത്രയോ പ്രാവശ്യം അറിഞ്ഞു. താമസിക്കുക, പിന്നെയും താമസിക്കുക. ചിലർ പറയുന്നത് എനിക്ക് ഞാൻ ആ പരീക്ഷ ഒന്ന് ജയിച്ചോട്ടെ, ആ ലോൺ ഒന്ന് അടഞ്ഞു തീർന്നോട്ടെ, വീടിൻ്റെ പണി ഒന്ന് കഴിഞ്ഞോട്ടെ, കുട്ടികളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് ചെയ്തോട്ടെ, ഇത് ചെയ്തോട്ടെ, ഇത് നടന്നോട്ടെ, ഇങ്ങനെ ഓരോന്നൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ താമസിക്കുക. അവൻ താമസിച്ചപ്പോൾ ദൂതൻ പറയും, എന്നാ നീ തൊലഞ്ഞു പോ, നീ നശിച്ചോ എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. അതാണ് കൃപ. താമസിച്ചപ്പോൾ അടുത്തതാ വായിക്കുന്നത്, യഹോവ അവനോട് സ്തോത്രം, യഹോവ അവനോട് കരുണ ചെയ്ത്. താമസിച്ചിട്ടും കരുണ ചെയ്തെന്ന്. അവനോട് വീണ്ടും സഹതാപം കാണിക്കുക, സമയം നീട്ടിക്കൊടുക്കുക, കരുണ ചെയ്യുകയാൽ. ഈ കാലഘട്ടത്തിന് വേദപുസ്തകത്തിൽ ഒരു പേരുണ്ട്. നമ്മുടെ ഇപ്പൊ പറഞ്ഞ ആ പദത്തോട് ചേർത്ത് പറഞ്ഞാൽ ഇത് കരുണായുഗം, ഇത് കൃപായുഗം. ദൈവത്തിന്റെ പദ്ധതിയിൽ മനുഷ്യനോട് ദൈവം കരുണ കാണിക്കുന്ന ഏറ്റവും നല്ല സമയമാണിത്. വേദപുസ്തകത്തില് യുഗങ്ങളായിട്ട് വിഭജിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവരുടെ വിഭജനത്തിൽ 7 യുഗങ്ങളുണ്ട്, നിത്യത മുതൽ അടുത്ത നിത്യത വരെ. ഇത് ചിലർക്ക് വിശ്വാസമില്ല, വിശ്വസിക്കാത്തവർ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറയുക, വിശ്വസിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു യുഗം, അതിനെ വേദപുസ്തകത്തിന്റെ ശൈലിയിൽ പറഞ്ഞാൽ കൃപായുഗം. ഇതിന് തൊട്ടു മുമ്പ് ഒരു യുഗം ഉണ്ടായിരുന്നു, അതിന് ന്യായപ്രമാണ യുഗം, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത യുഗം. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു യുഗം വരാൻ പോകുന്നു, അത് മഹാപീഡന യുഗം എന്നാണ്. ഈ 2 യുഗത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ കൃപായുഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, 7 യുഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ കാലദൈർഘ്യമുള്ള യുഗം എന്ന് പറയുന്നത് ഈ യുഗമാണ്. ദൈവത്തിന് സ്തോത്രം. അത് എന്തുകൊണ്ടെന്നാൽ കൃപയാൽ മനുഷ്യനെ ദൈവം രക്ഷിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് ഒരു ദിവസം കൂടെ അല്പം കൂടെ അങ്ങനെ നീട്ടി തരികയാണ്. അതുകൊണ്ടാണ് ചിന്താബോധമുള്ള ആരോ ഭക്തൻ പണ്ട് പാടിയത്, കൃപയുടെ വാതിലിതാ, ഇത് അധികം നാൾ മുമ്പോട്ട് പോകത്തില്ല. ഒരു ദിവസം ഈ വാതിൽ അടയും, ഒരു ദിവസം ഈ രക്ഷാകവാടം അടച്ചുപൂട്ടും. യഹോവ വാതിൽ അടച്ചു എന്ന് പറയുന്നത് പോലെ കൃപായുഗത്തിന്റെ പരിപാടി തീരുകയും തിരശീല വീഴുകയും ചെയ്യും. അന്ന് എന്ത് ചെയ്യും? അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് എന്ത് ചെയ്തു? ഇന്ന് രാത്രിയിൽ സഹോദരി, ദൈവം നിന്നോട് കരുണ ചെയ്യുകയാണ്. സഹോദര, ദൈവം നിന്നോട് കരുണ ചെയ്യുകയാണ്. ഈ പ്രദേശത്തുള്ള കുടുംബങ്ങളോട് ദൈവം കരുണ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പെരുമഴ പെയ്യുന്ന സമയത്തും ബത്തപ്പാടുകൾ സഹിച്ച് ഒരു യോഗം സംഘടിപ്പിച്ചതിൽ 100% ഹൃദയപൂർവ്വം ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കരുണയാണിത്. നിങ്ങൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി ദൈവം വീണ്ടും തരുന്ന ഒരു മാർഗം, റേഡിയോയിലൂടെ, മറ്റ് മാധ്യമങ്ങളിലൂടെ, അല്ലാതെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ കേൾക്കുന്നത് ദൈവം നിങ്ങളോട് കരുണ ചെയ്യുകയാൽ, താമസിച്ചപ്പോൾ കരുണ ചെയ്തുകയാൽ. അടുത്ത് പറയുന്നത് എന്തുവാ? അവനെയും ഭാര്യമാരെയും 2 പുത്രിമാരെയും എന്ത് ചെയ്തു? കൈക്ക് പിടിച്ചു. എന്തിനാ കൈക്ക് പിടിച്ചേ? ഇവൻ എണ്ണിക്കുന്നില്ലെന്നേ, എണ്ണിക്കാൻ പറഞ്ഞിട്ട് എണ്ണിക്കുന്നില്ല. അപ്പൊ ദൂതൻ എന്ത് ചെയ്തു? കൈക്ക് പിടിച്ചു. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്ന ഒരു പിടിവലി നടക്കുക കേട്ടോ. കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി. കൈക്ക് പിടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ എഴുന്നേൽക്കുന്നുമില്ല, വരുന്നുമില്ല. ആ ദൂതൻ കൈക്ക് പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു. ലോത്ത് എന്ത് ചെയ്യുന്നു? ലോത്ത് ഇങ്ങനെ പറഞ്ഞു, കൈന്ന് വിട്. എടോ, കൈന്ന് വിട്. ഇതാരോടാ പറയുന്നേ? ദൂതൻ പിടിച്ചാലേ ലോത്തിന് എന്ത് വലിയ ആസാനം എന്ന് പറഞ്ഞാലും നടക്കത്തില്ല. ഈ കുടുംബത്തിലുള്ള എല്ലാത്തിനെയും കൂടെ ഒരു ചൂണ്ടുവിരലിൽ പിടിച്ചു കൊണ്ടുപോകാൻ കഴിയും ഒരു ദൂതന്. ദൂതൻ ലോത്തിനെ പിടിക്കുന്നു. ലോത്ത് ദൂതന്റെ കൈക്ക് പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു. ലോത്ത് വീട്ടിനകത്തോട്ട് വലിക്കുന്നു, ദൂതൻ പുറത്തോട്ട് വലിക്കുന്നു. കൈക്ക് പിടിച്ച് വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുപോയി. ഞാൻ മനസ്സിലാക്കുന്നത്, പുറത്തു കൊണ്ടുവന്ന വഴിത്തലക്കയിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഭാവിക്കുന്നു,
ലോത്തിന്റെ കഴുത്തിന് കൈ കൊടുത്തിട്ട് ഒരു തള്ളും കൊടുത്തിട്ട് പറഞ്ഞാണ്, വിട്ടോണം, ഈ പരിസരത്തെങ്ങും എന്താ നിൽക്കരുത്. എങ്ങനെയുണ്ട് ദൈവകൃപയുടെ ഓർമ്മ. അങ്ങനെ വരെ ചെയ്തു നോക്കി, പക്ഷെ എന്നിട്ടും രക്ഷപ്പെട്ടില്ലെന്നുള്ളതാ. ഈ ഇങ്ങനെ തള്ളി വിട്ടിട്ട് ഓടുന്ന ഓട്ടത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, പാപി പോകുന്നിടം. ഇവനെ ഇങ്ങനെ തള്ളി വിട്ടിട്ടും രക്ഷപ്പെട്ടില്ല. ഈ ഒരുത്തനല്ലാതെ പോയ കൂട്ടത്തിൽ ഒരെണ്ണം തിരിഞ്ഞു നോക്കി, അതെന്തായി? അത് ആ വഴിയിൽ പോയി. കണ്ടോ, അതാ ഞാൻ പറഞ്ഞു, ഗുണപ്പെട്ടില്ല. എന്നിട്ട് രണ്ടെണ്ണം വേറൊരു വഴിക്ക് ചെന്ന് അരുതാത്ത 2 സന്താനത്തെ ഉണ്ടാക്കി, അതുകളും നശിച്ചു. 10 തലമുറ വരെ എന്താ ദൈവസന്നിധിയിൽ വരാൻ പാടില്ല എന്ന ന്യായവിധിയുടെ വഴിയിലെത്തി. ആകെ ഗുണപ്പെട്ടെന്ന് പറയുന്നത് ഈ ഒന്നെന്ന് പറയാം. അതുകൊണ്ടായിരിക്കണം ഈ പട്ടണത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യാൻ തുടങ്ങിയപ്പോൾ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് 50 എണ്ണം, 45, 40, 30, 20, 10. പൊതുവെ നമ്മുടെ ആളുകളൊക്കെ പറയാറുണ്ട്, അബ്രഹാം അവിടെ നിർത്തരുതായിരുന്നു, പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? കണ്ടിന്യൂസ് ചെയ്യണമായിരുന്നു. കണ്ടിന്യൂസ് ചെയ്താൽ ഏതുവരെ വരണമായിരുന്നു? ആ 1 വരെ. അത് ഒരു മാനുഷികമായ നിലയിൽ ഒരാളും അങ്ങനെ ചിന്തിക്കത്തില്ല. കുറഞ്ഞപക്ഷം അവൻ 10എങ്കിലും അവൻ ചിന്തിച്ചു. അതാണ് നിനക്കിവിടെ വല്ലവരും ഉണ്ടോ? ദൈവകൃപയുടെ കരുണ, ഓർമ്മ. അവസാനം നമുക്ക് നോക്കാം. അതിൻ്റെ 19-ാം അധ്യായം, ഇവിടുത്തെ 19-ാം അധ്യായം, അതിൻ്റെ 24-ഉം 25-ഉം വാക്യം. 24-ഉം 25-ഉം വാക്യം. ഓ എല്ലാത്തിനും കണ്ടോ, പട്ടണവാസികൾ ഉൾപ്പെടെ നിലത്തെ എന്താ സസ്യങ്ങൾ വരെ. ആ അവസ്ഥയിലാണ് ഇന്ന് സോദോം ഗൊമോറയുടെ സ്ഥിതി. ഈ ചരിത്രപരമായി, ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ ഗവേഷകർ പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ ഉപ്പുകടൽ എന്ന് പറയുന്നത്. സമപരപ്പിൽ നിന്ന്, സമുദ്രപരപ്പിൽ നിന്ന് 400 മീറ്ററോളം താഴ്ന്നു കിടക്കുന്ന സ്ഥലമെന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങായിപ്പോയി. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ന്യായവിധി. ഈ ന്യായവിധി വരും എന്നൊക്കെ പറയുമ്പോൾ വേണ്ടുവോളം പലരും അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, ആ പട്ടണം നശിച്ചു. ഒരാൾ പോലും രക്ഷപ്പെടുവാനായിട്ടിടയായില്ല. മുഴുവൻ പേരും ചത്തൊടുങ്ങുന്ന വിധത്തിൽ തീക്ക് ഇരയായി തീർന്ന് തീയിനാൽ ഉപ്പിടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ അതിഭയങ്കരമായ ന്യായവിധിയുടെ ആ ഗന്ധകങ്ങളും അഗ്നിനാളങ്ങളും ഉയരത്തിൽ നിന്ന് താഴെ പതിച്ച് മുഴുവൻ പേരും ചത്തൊടുങ്ങി ഒരു ശാപകരമായ പ്രാക്കിനും ശാപത്തിനും പ്രതീകമായി ഈ സോദോം ഗൊമോറ തീർന്നു. ഒരു ന്യായവിധി. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പലപ്പോഴും സന്ദർശിച്ച് സുവിശേഷം പ്രസംഗിച്ച, അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള, രോഗികൾ സൗഖ്യമായ, ഭൂതങ്ങൾ മാറിപ്പോയ, കുരുടന്മാർ കാഴ്ച ലഭിച്ച, മുടന്തന്മാർക്ക് സൗഖ്യം ലഭിച്ച ഒരുപാട് സ്ഥലങ്ങളെ കണ്ടിട്ട് അവ മാനസാന്തരപ്പെടായികയാൽ അവ എന്ത് ചെയ്തു? ശാസിച്ചു തുടങ്ങി. മത്തായി 11-ാം അധ്യായത്തിൽ എടുത്ത് വായിക്കാൻ ഞാൻ വരുന്നില്ല, നിർത്തുവാൻ പോകുന്നതുകൊണ്ട്. ശാസിച്ചു തുടങ്ങി. അപ്പോൾ കർത്താവ് പറഞ്ഞു, ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് ഭവിക്കുന്നതിനേക്കാൾ എന്തിന്? സോദോം ഗൊമോറയ്ക്ക് സഹിക്കാവതാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനേക്കാളും ഭീകരമായ ന്യായവിധിയാണ് ദൈവം ഇനി എന്ത് ചെയ്യുന്നത്? ശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് ഒരു കളിയായിട്ട് കാണരുത്. നടന്നിട്ടുള്ള ന്യായവിധികളെല്ലാം നടക്കാൻ പോകുന്ന ന്യായവിധിയുടെ ഒരു സൂചനയായിട്ടും മുന്നറിയിപ്പായിട്ടും നിൽക്കുകയാണ്. ആകയാൽ ഇന്ന് രാത്രികാലം ഈ സന്ദേശം ശ്രവിച്ച രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ദൈവവചന പ്രമാണങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായി ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ തിരിച്ചു വരുന്നതിനുള്ള, പാപജീവിതത്തെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് മടങ്ങി വരുന്നതിന് അനുതാപ ഹൃദയത്തോടുകൂടെ, കുറ്റബോധമുള്ള ഹൃദയത്തോടുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരു യഥാസ്ഥാപനത്തിന് നമ്മൾ ഒരുങ്ങുന്നതിന് ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചും അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളും കണ്ണുകളും അടച്ച്, തലകൾ വണക്കി കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ചുമതലപ്പെട്ടവർ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. അതിനു മുമ്പായി
ശാന്തമായി ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് താഴ്മയോടെ ദൈവകൃപയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രക്ഷിക്കപ്പെടാത്ത ഹൃദയവുമായി ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇത് കേൾക്കുന്നുവെങ്കിൽ അവരുടെ യഥാസ്ഥാനത്തിന് വേണ്ടി, അവരുടെ ഒരു കർത്താവിൽ തങ്ങളെ പരമേൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം ശാന്തമായി തരുന്നു. നിങ്ങൾ എഴുന്നേൽക്കേണ്ട, കൈ ഉയർത്തേണ്ട, ഞാൻ അതൊന്നും ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പകരമായി ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് പുറത്ത് വീട്ടിലിരുന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, പുറത്ത് വഴിയിലൊക്കെ നിന്ന് കേൾക്കുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ഉള്ളത്തിൽ ഈ മഹാന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവേ, എനിക്ക് അങ്ങയെ ആവശ്യമാണ്, അങ്ങ് ഒരുക്കിയ രക്ഷാമാർഗം എനിക്ക് ആവശ്യമാണ്, എന്നെ അവിടെ നിന്ന് രക്ഷിക്കണം, എൻ്റെ സകല പാപങ്ങളും എന്നോട് പൊറുക്കണമേ, അങ്ങയുടെ വകയാക്കി എന്നെ തീർക്കണമേ. ഞാൻ ഒരുപാട് താമസിച്ചു പോയി, പാപത്തെ സ്നേഹിച്ച് ലോക ഇമ്പങ്ങളിൽ കുടുങ്ങി ഞാൻ പോകുകയാണ്, ദയവായി എന്നോട് പൊറുക്കണമേ എന്ന് ഒരു നിമിഷം ശാന്തമായി ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഏതൊരു ഹൃദയത്തിൻ്റെ അനുതാപ വാക്കുകൾ കാണുന്നവനും അറിയുന്നവനും രക്ഷിക്കുന്നവനുമാകയാൽ ഇന്ന് രാത്രികാലം അതിനുള്ള ഒരു അവസരമാക്കി നിങ്ങളെ തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചുരുക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തവർ ദയവായി ചുമതലപ്പെട്ടവരുമായി ബന്ധപ്പെടണം. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ.